എവ്രിവൺ, ഇന്നൊരു പുതിയ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വ്ലോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഡേ നടന്ന ഫുൾ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഡേ തുടങ്ങിയപ്പം തന്നെ നല്ല പ്ലസൻറ്റ് കാലാവസ്ഥയായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഒരുമാതിരി ഒരു മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയായിരുന്നേ, അതായത് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഇന്നത്തേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് കുറേ കാര്യങ്ങളൊക്കെ നല്ല ഉന്മേഷത്തോടെ ചെയ്യാൻ പറ്റി കേട്ടോ. രാവിലെ തന്നെ നടക്കാൻ പോയി. ഇങ്ങനെ ഈ പൂക്കളുടെയൊക്കെ ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത് നല്ലതല്ലേ. എന്തായാലും തിരിച്ചു വന്നിട്ട് കുറേയേറെ പ്ലാനിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ട് ഇന്നത്തെ പ്ലാനിങ്ങിൽ ക്രിസ്മസ് ഡെക്കറേഷനാണ് കേട്ടോ. ഞാൻ ഈ ഭരണിയിൽ ഈ മുട്ടായികളൊക്കെ ഇട്ട് വെച്ചേക്കുന്നതേ വെറും പ്ലാസ്റ്റിക് മുട്ടായികളാണ് കേട്ടോ. ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി ഇട്ട് വെച്ചേക്കുവാണേ. പിന്നെ ഈ ലൈറ്റ് കാണിക്കുന്നതേ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. ഇതൊരു സെൻസർ ലൈറ്റാ. ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ. രാവിലത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വർക്കിംഗ് പരിപാടിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് സ്ട്രോബെറി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്ട്രോബെറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സീസണിങ്ങിനെ നോക്കിയിരിക്കുവാണേ. ഇന്ന് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്ത് സ്ട്രോബെറി അത്രയ്ക്കങ്ങ് നല്ലതല്ലായിരുന്നു. എന്നാലും കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഈ സ്ട്രോബെറി കണ്ടാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇത് പിന്നെ മധുരമുള്ളതായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ രാവിലെ അല്ല, ആക്ച്വലി രാവിലെ സ്ഥിരം ദോശയൊക്കെ കഴിച്ചിട്ട് അതേ ദോശയുടെ വീഡിയോ പിന്നെ കാണിക്കേണ്ടെന്ന് തോന്നി. കാരണം എന്നും ദോശയുടെ വീഡിയോ കാണിക്കുന്നത് അത്ര നല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് കുറേ പരിപാടികളുണ്ടായത് ഒരു ഈസി ലഞ്ച് വെക്കാമെന്ന് വെച്ചു. ഈസി ലഞ്ചിൽ തെറ്റിയായിട്ടുള്ളത് നമ്മുടെ ഗീ റൈസ് ആണല്ലോ. അപ്പോൾ അത് തന്നെ നോക്കാമെന്ന് വെച്ചു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ 4 പേർക്ക് വേണ്ടി 2 കപ്പ് ഗീ റൈസ് ഞാൻ വെള്ളത്തിൽ കുഴിച്ച് വെച്ചതാണേ. പിന്നെ ഒരു 2 അണിയനും അതിനെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക, നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുന്ന പരുവത്തിലിടുന്നത്. അപ്പം നമുക്ക് വറുത്തെടുക്കാനും പറ്റും. ഞാനിതിന് ഉപയോഗിക്കുന്ന റൈസേ നമ്മുടെ കൈമ റൈസ്, ജീര റൈസ് അതാണ് കേട്ടോ. കാരണം നമുക്ക് എല്ലാ റൈസിലും ഉണ്ടാക്കാമെങ്കിലും എനിക്ക് തോന്നുന്നു ഈ റൈസിലുണ്ടാകാൻ കുറച്ച് നല്ല മണമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതാണ് ഞങ്ങൾ മേടിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഞങ്ങൾക്ക് കിട്ടിയ റൈസ് ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിക്കയും കൂടി ഞാനിങ്ങനെ പിളർത്തിയെടുക്കുകയാണ്. കാരണം പിളർത്തിയെടുക്കുമ്പം അതിങ്ങനെ കുറച്ച് നന്നായിട്ട് കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം വറുത്തെടുക്കാനും കുറച്ച് എളുപ്പമാണല്ലോ അങ്ങനെ. അപ്പം നമ്മൾ വറുത്തെടുക്കാനുള്ള ഈ സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ വലിയൊരു പാത്രം എൻ്റെ ഇത് ഒരു ഏറ്റവും വലിയ പാത്രം ഇതാണ് കേട്ടോ. അപ്പം പിന്നെ ഇതിനകത്ത് തന്നെ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ സാധാരണ ഇതിൽ ചൈനീസ് കുക്കിങ്ങിനൊക്കെ എടുക്കുന്ന ഒരു വോക്ക് പോലുള്ളൊരു പാത്രം കേട്ടോ. ഇനി ആദ്യമേ ഒരു അയണിൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്ര നല്ലതായിരുന്നുകൊണ്ട് പിന്നെ ഞാനിത് മേടിച്ചത്. ഇത് നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണേ. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഗീ ഒക്കെ ഒഴിച്ചിട്ട്, ഇത് ഗീ റൈസ് ആകുമ്പോൾ മെയിൻലി ഗീ ആണല്ലോ. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ വറുത്തെടുക്കുക. ഇതിൻ്റെ കൂടെ ആക്ച്വലി നമുക്ക് നമ്മുടെ ഇത് വറുത്തതിന് ശേഷം അണിയനും കൂടെ വറുത്തെടുക്കാം കേട്ടോ, ചെറുതായിട്ട് മുറിച്ചത്. പക്ഷേ ഞാനിത് ലാസ്റ്റിലാണ് ചെയ്തത്. ഞാൻ ആക്ച്വലി മറന്നു പോയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ ഇങ്ങനെ വറുത്ത് നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റുക. എന്നിട്ട് അതിന് ശേഷം ഈ സെയിം പാനിൽ തന്നെ നമുക്ക് നമ്മുടെ റൈസ് വറുത്തെടുക്കുക. ഇങ്ങനെ റൈസ് വറുത്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം അതിനകത്ത് കിട്ടും. അപ്പം ഞാനാണെങ്കിൽ ഈ അണ്ടിപ്പരിപ്പിനെയും മുന്തിരിങ്ങയൊക്കെ വറുത്ത് മാറ്റിയിട്ട് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് റൈസ് ഇങ്ങനെ വറുക്കുകയാണ് കേട്ടോ. ഞാനിതിനകത്ത് 2 സ്പൂൺ ഗീ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് നല്ല മണം കിട്ടാനും ഇച്ചിരി ടേസ്റ്റി ആവാനുമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഗീയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമാണേ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതിനെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. കാരണം കരിച്ച് കളയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നൊരു കളർ വരെ അതിന് ഇങ്ങനെ വറുത്തെടുക്കുക കേട്ടോ. അങ്ങനെ വറുത്തെടുക്കുന്ന റൈസിനെ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതേ പാൻ നമ്മൾ കഴുകിയെടുത്തിട്ട് ആ പാനിനകത്ത് തന്നെ റിഫൈൻഡ് ഓയിലും പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മളുടെ ഒരു ഒണിയനില്ലേ അതിങ്ങനെ മുറിച്ച് വെച്ചത് വിട്ട് വഴറ്റിയെടുക്കുക. ഒരുമാതിരി ഒരു വഴണ്ടൊക്കെ വരുമ്പം നല്ലപോലെ അങ്ങ് ഫ്രൈ ആക്കണ്ട കേട്ടോ. ഒരുപാടൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പം
അതിനകത്ത് നമ്മൾ ഈ റൈസില്ലേ അത് അതിനകത്ത് തന്നെ ഇടാം. ഈ റൈസിൻ്റെ 1 കപ്പിന് നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. അതായത് ഞാനിപ്പോൾ 2 കപ്പ് റൈസല്ലേ എടുത്തത്, അതുകൊണ്ട് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഇങ്ങനെ തിളയ്ക്കാൻ അനുവദിക്കുക. അടച്ചു വെച്ചൊക്കെ വേവിച്ചാൽ മതി കേട്ടോ. അതൊരു 10 മിനിറ്റൊക്കെ എടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ അത് കുക്കായി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം അത്ര കുക്കായിട്ട് വരുന്നില്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല തിളച്ച വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചാൽ മതിയിട്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ. കുറച്ചുകൂടെ ഒഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് കൂടെ ഒക്കെ ഒഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അപ്പം തന്നെ അത് റെഡി ആയിട്ടിരിക്കും. ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നല്ല പാകമായിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഈ സമയത്താണെങ്കിൽ ഞാനാണെങ്കിൽ ബാക്കിയുള്ള ആ ഉള്ളി, അതായത് ഒരു ഉള്ളിയല്ലേ നമ്മൾ മറ്റേതിനെടുത്തത്, അപ്പം മറ്റേ ഉള്ളി ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നെയ്യ് തന്നെ ചെയ്യേണ്ടത്, പക്ഷേ ഈ സ്റ്റെപ്പ് നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഞാൻ മിസ്സാക്കിയതാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതിനെ വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ റൈസിനകത്തോട്ട് അതങ്ങ് ചേർക്കുക. ഇത് ചേർക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. ഈ റൈസിൽ ഞാൻ 1 സ്പൂൺ ഷുഗർ ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഷുഗർ ഇടുമ്പോൾ ഇതിനൊരു നല്ല ടേസ്റ്റ് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷുഗർ ഇല്ലാതെയും കഴിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഷുഗർ ഇട്ട് കഴിക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റാണേ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് നല്ല കോമ്പിനേഷൻ ചിക്കൻ കറി തന്നെയാണ്. പിന്നെ എൻ്റെ തലേന്നത്തെ ചിക്കൻ കറി ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കിയെടുത്ത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് നല്ല ടേസ്റ്റി ലഞ്ചായിരുന്നു കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ അളവൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടായി കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനാണ് കയറിയത്. കാരണം കുറച്ച് സമയം വേണമല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നല്ലപോലെ തന്നെ സെറ്റപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ സെറ്റപ്പ് ചെയ്ത് പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയായപ്പം പിന്നെ സിസ്റ്ററിൻ്റെ മക്കളും ഞങ്ങളുടെ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഫൈനൽ വ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ക്രിസ്മസ് ട്രീ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്യുക, അതായത് എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ചെയ്യുന്ന പരിപാടിയാണേ. ഇപ്പോഴും അതിന് യാതൊരു മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സാധനങ്ങളും സെറ്റിങ്സും ഒക്കെ ഇപ്പോൾ കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച്. പിന്നെ ഞാനൊരു പുതിയ റെസിപ്പി കാണിക്കുവാണേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ഫോണ്ടു എന്ന് പറഞ്ഞിട്ടൊരു ഫുഡാട്ടോ. ഫോണ്ടു എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇത് നമ്മുടെ ചീസാട്ടോ. ഇതൊരു വലിയ ചീസ് ബ്ലോക്കാണേ. ഇത് ഞങ്ങൾക്കിങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കിട്ടിയതാട്ടോ. ഇതിനെ ആണെങ്കിൽ ഇതിൻ്റെ മൊത്തം പരിപാടി എൻ്റെ ഹസ്ബൻഡ് ഏറ്റെടുത്തേക്കുവാ. ഇത് അയൺ പാനിൽ ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്ന് വെച്ചിട്ട് അയൺ പാനിൽ തന്നെ അതിനെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ മെൽറ്റാക്കി എടുത്തേക്കും കേട്ടോ. ഇത് മെൽറ്റാക്കി എടുക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ ബട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അടിയിൽ ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റുക. സിമ്പിൾ പരിപാടിയല്ലേ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ സിസ്റ്ററും മക്കളും ഹസ്ബൻഡും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ക്രിസ്മസ് സ്വിറ്റ്സർലാൻഡ് ഫോണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ വന്ന എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ നോർമൽ ചീസിൻ്റെ ഒരു സ്ലൈസ് ഉണ്ടല്ലേ, അതിങ്ങനെ മെൽറ്റ് ചെയ്തെടുത്ത പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എല്ലാവരും കഴിക്കുമ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളൊക്കെ ഒരു ചീസിൻ്റെ ഫാൻ ആയതുകൊണ്ട് ഇതിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. എൻ്റെ മോന് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ ഫോണ്ട് വന്നതിന് ശേഷം എന്നും ചോദിപ്പായിരുന്നു ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫൈനലി ഉണ്ടാക്കി കൊടുത്തു. എല്ലാവരുടെയും കൂടെ കഴിക്കാനും പറ്റി. അങ്ങനെ നല്ലൊരു അടിപൊളി നൈറ്റായിരുന്നു. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നോ ഞങ്ങൾക്കൊരു കോഫി കുടിക്കാൻ തോന്നി കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കാർ എടുത്തങ്ങ് ഇറങ്ങി കേട്ടോ. അതായത് രാത്രി ഒരു 10 മണിയൊക്കെ ആയി. അപ്പോഴാണ് ഞങ്ങൾ കാപ്പി കുടിക്കണമെന്ന് തോന്നിയത്. ഞങ്ങളുടെ ഈ കാപ്പിയും ഈ കാപ്പിക്കടയും ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അതായത് ഞങ്ങളെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞങ്ങൾക്ക് എത്രമാത്രം ഈ കോഫി ഇഷ്ടമാണെന്നുള്ളത്. അങ്ങനെ ഈ കോഫിയൊക്കെ കുടിച്ച് പിന്നെ എന്തായാലും കോഫി കുടിച്ചല്ലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പനീറും കൂട്ടത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച്
പിന്നെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഒരു പുതിയൊരു അനദർ ചീസ് ഡിഷ്, അതും കൂടെ ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ പിന്നെ അന്നത്തെ ഒരു ഡേ ഒക്കെ എൻഡായിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.